അസ്സലാമലൈക്കും. ആസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മിൽക്ക് കേക്ക് അതിന് ഡ്രസ്ലെച്ചസ് കേക്ക് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മഞ്ഞ വേറെയും അതുപോലെ തന്നെ വൈറ്റ് വേറെ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് മൈദ, 250 ml കപ്പിൽ 1 കപ്പ് മൈദ, അതേ കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര, ഇനി ബേക്കിംഗ് പൗഡർ, മിൽക്ക് എസൻസ്, കോൺഫ്ലവർ 1 ടീസ്പൂണ്, ഉപ്പ് 1 പിഞ്ച്, 1 ടീസ്പൂണ് മിൽക്ക് പൗഡർ. ഇനി നമുക്ക് നമ്മുടെ മൈദ മാവിൻ്റെ കൂട്ടിലേക്ക് ഇതൊന്നിച്ചിട്ട് കൊടുത്ത് നല്ല പോലെ മിക്സാക്കി എടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ വെള്ള നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മിൽക്ക് കേക്കിന് ഞാനിവിടെ മുട്ടയുടെ വെള്ള മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, മഞ്ഞ നമ്മൾ എടുക്കുന്നില്ല. അപ്പം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര കുറച്ചായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്യരുത്, ഇതുപോലെ കുറച്ചായിട്ട് നല്ല പോലെ ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇപ്പം നമ്മുടെ എഗ് വൈറ്റ് നല്ല പോലെ കണ്ടില്ല, നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പരുവത്തിൽ തന്നെ കിട്ടിയാലേ നമുക്ക് നമ്മുടെ കേക്ക് നല്ല പോലെ പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അത് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കാം. അപ്പം നമ്മൾ ഈ കേക്കിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഡ്രൈ ആയിരിക്കണം, നനവ് ഉണ്ടാവാനേ പാടില്ല. അപ്പം അതിലേക്ക് ഞാനിപ്പോൾ എടുത്ത 1 കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 3/4 ഭാഗത്തോളം ഞാൻ ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മിൽക്ക് എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ പൊടികളൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് എനിക്കതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിലും 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് ഓയിൽ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഓയിലിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈദയുടെ കൂട്ട് കുറച്ചായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, ഇതുപോലെ കുറച്ചായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ബീറ്റർ വെച്ച് തന്നെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ സ്പാച്ചില വെച്ചോ അതുപോലെ തന്നെ വിസ്ക് വെച്ചോ മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ മുഴുവന് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എഗ് വൈറ്റ് ഒന്നിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, നമ്മൾ കുറച്ച് ആയി ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പം ഞാൻ കുറച്ച് എഗ് വൈറ്റ് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റർ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതുപോലെ സ്പാച്ചില വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ മെല്ലെ 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 ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ കുത്തി കലക്കി എടുക്കാനും പാടില്ല. ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഒന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാം. കുത്തി കലക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂട്ട് താഴ്ന്നു പോകും. അപ്പം നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വരില്ല. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ടിന്നിലോട്ടേക്ക് ഒഴിക്കാം. അപ്പം ഞാൻ ഇതുപോലെ സ്ക്വയറിൻ്റെ ടിന്നെടുത്ത് അതിൽ ബട്ടർ പേപ്പർ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടിന്നിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അപ്പം ഞാൻ സ്ക്വയറിൻ്റെ ടിന്നെടുത്ത് തന്നേ ഉള്ളൂ. അപ്പം ഞാൻ നമ്മളെ ബാറ്റർ മുഴുവനും ഞാൻ ഇതിൽ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസൊക്കെ മാറിക്കിട്ടും. നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രം നേരത്തെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് സ്റ്റോപ്പിൽ. നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു പാത്രം കൂടി കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ടിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇറക്കി വെച്ചതിന് ശേഷം മൂടി വെക്കുക. മൂടി വെച്ച് ഏകദേശം ഒരു 30-35 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഫസ്റ്റ് 1 മിനിറ്റ് വരെ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള മിൽക്ക് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, നമ്മുടെ പശുവിൻ പാല്. അതുപോലെ തന്നെ 1 കപ്പ്, അതേ കപ്പളവിൽ 1 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മധുരത്തിന് അനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് നല്ല പോലെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പാലും നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ചൂടോടെ തന്നെ നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ എനിക്ക് നേരത്തെ കുത്തി കൊടുക്കാൻ വിട്ടുപോയതാണെങ്കിൽ നമ്മുടെ പാല് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുള്ളൂ. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മുടെ കേക്ക് ബേക്കാൻ വെച്ച സമയത്ത് നമ്മൾ ബേക്കായതിന് ശേഷം എടുക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് നമ്മുടെ കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാല് കഴിയുന്നതും നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പോലെ സോക്കായിട്ട് കിട്ടും നമുക്ക്. അപ്പം ഞാനിതിലേക്ക് നമ്മുടെ മിൽക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ കേക്ക് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇതിനൊരു സ്റ്റാർ നോസിലിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഫുള്ളായിട്ടും ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യൂ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ട്രസ്ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രസ്ലെച്ചസ് അഥവാ മിൽക്ക് കേക്ക്, ഇതിന് 2 പേരും പറയുന്നുണ്ട്. ഇതിന് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.